ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് കൊടുക്കേണ്ടിയിരുന്ന, ഇന്നലെയല്ല, ഞാൻ മെനിങ്ങാന്ന് രാത്രിയാണ് കേട്ടോ കൊടുത്തത്. ഇന്നലെ ആയിരുന്നു കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ കൊടുക്കേണ്ടിയിരുന്ന കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ സെറ്റിങ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഇഷ്ടംപോലെ ഇതിന് മുന്നേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡെക്കറേഷനും കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മെർമെയ്ഡ് തീമിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടവും വിഷമവും ഒക്കെ ഉണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഓർഡർ തരുന്നത്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓർഡറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പരസ്യം ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വിളിച്ച് തന്നൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഹാഫ് പോർഷൻ വൈറ്റ് ചോക്ലേറ്റിലും ഹാഫ് പോർഷൻ ഡാർക്ക് ചോക്ലേറ്റിലും ചെയ്ത് തരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പാതിരാത്രി വരെ നിന്ന് ചെയ്തിട്ടും ആ കേക്ക് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹാഫ് പോർഷൻ ആയിരുന്നുകൊണ്ട് തന്നെ അതിങ്ങനെ അടർന്ന് വീണ് പൊയ്ക്കൊണ്ടേയിരുന്നു. അത് ഒരു വിധത്തിലും നേരെ റൗണ്ട് ഷേപ്പിന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. 1.5 കിലോൻ്റെ കേക്കായിരുന്നു. പിന്നെ അത് കളഞ്ഞു മീൻസ് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ, ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യുന്ന കേക്കാണേ ഇത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു ഫ്ലേവറിൽ ചെയ്താൽ മതിയോ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ വളരെ സ്നേഹത്തോടു കൂടി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫ്ലേവർ ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആദ്യത്തെ എൻ്റെ 1.5 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കിയത് ഫുള്ള് ചോക്ലേറ്റും എല്ലാം എന്താ പറയുന്നത്, കളയേണ്ടി വന്നില്ല, എല്ലാവരും കൂടിയൊക്കെ കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കേക്ക് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്പോഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഷുഗർ സിറപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയും വെള്ളവും കൂടിയിട്ട് ചൂടാക്കി എടുത്തതാണ്, തിളപ്പിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് എടുത്തിട്ടുള്ളതാണ്. അത് ഞാനിങ്ങനെ കേക്ക് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ 3 പോർഷനിലും ഞാൻ ആദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് സോക്കായിട്ടിരിക്കുമല്ലോ. കസ്റ്റമർ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേക്ക് അവർ പല സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ കേക്ക് എല്ലാം ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് കേക്ക് നല്ല സോഫ്റ്റും നല്ല ജ്യൂസിയുമായിട്ട് ഇരിക്കണം എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിലൊന്നും വിഷമിക്കേണ്ട, എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരാം. പിന്നെ മോക്ക് മെർമെയ്ഡ് തീം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നൊരു കേക്കാണ് കേട്ടോ. ഞാൻ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു, കാരണം ഒറ്റ ഫ്ലേവറിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയല്ലോ. പക്ഷെ മറ്റേത് ഞാൻ ഭയങ്കരമായി ടെൻഷൻ അടിച്ച് പാതിരാത്രി വരെ ഞാനിരുന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ലെയറിൽ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്തു. വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, ചോക്കോ ചിപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ക്രീം തേച്ചിട്ട് അരിവിൽ ഇങ്ങനെ കുറച്ച് ക്രീം ഇങ്ങനെ കട്ടിക്ക് വയ്ക്കും. അതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒലിച്ച് താഴോട്ട് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് 3 ലെയറും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് നമ്മളൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ക്രംസ് എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കും. നമുക്ക് അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ക്രംസ് ഒന്നും ഇങ്ങനെ പൊന്തി വരത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. ഇത് അവരൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ആ ഫോട്ടോ അനുസരിച്ചാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ ഫോട്ടോ ടോൾ കേക്കായിട്ടാണ് ചെയ്തത്. എനിക്ക് ടോളായിട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അത് അവർക്കൊരു വിഷയമല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ തീമിൽ തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. കേക്ക് കൊടുത്തിട്ട് അവരെനിക്ക് മെസ്സേജ് വിട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഞാൻ അത്രയും ടെൻഷൻ അടിച്ച ഒരു കേക്ക് ഉണ്ടാക്കൽ ദിവസം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ എത്രയോ വർഷമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇത്രയും നാളായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് കേക്ക് ഉണ്ടാക്കേണ്ടുന്ന ഒരു ഇതേ ഉണ്ടായിട്ടില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഇത് 2 കളറിലാണ് കേട്ടോ വരുന്നത്. 2 പോർഷനിലായിട്ട് 2 കളറിലാണ് തീം വരുന്നത്. താഴത്തെ പോർഷനിൽ ഒരു ഗ്രീൻ കളർ തീമും കളറും, മുകളിലത്തെ പോർഷനിൽ പിങ്ക് കളർ. അപ്പോൾ 2 ക്രീമിലും ഞാനിങ്ങനെ പിന്നെ എന്താണ് മൊത്തത്തിൽ പോയോ കളറൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യമൊക്കെ സ്പാച്ചില ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പല വീഡിയോയിലും കണ്ടു ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നത്. അത് കണ്ട് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ 2 ക്രീമും ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുവാണേ.
ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ 3 മണിക്ക് ഇടാൻ വേണ്ടിയിട്ട് രാവിലെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ ഞാൻ വീണ്ടും ഒന്നേന്നിരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല മഴയും ഇടിയും ഒക്കെ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഒന്ന് സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ മുകളിൽ പൊന്തി നിൽക്കുന്നതൊക്കെ നമുക്ക് സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കി കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിലെ മിനുക്ക് പണികൾ ഒക്കെയാണ് ഉള്ളത്. കാരണം മെർമെയ്ഡ് തീമല്ലേ വേണ്ടുന്നത്. അപ്പോൾ അതിൽ അവർ തന്നതിൽ ഇതേപോലെ ഒരു 6 ആക്ക് മോഡലിൽ ഇങ്ങനെ ഒരു വരകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 6th ബർത്ത്ഡേ ആണ്, മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ മോളുടേത് അപ്പോൾ 6th ബർത്ത്ഡേയുടെ 6 എന്ന നമ്പറൊക്കെ ഞാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, മെർമെയ്ഡിൻ്റെ തീമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോട്ടോ ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഷുഗർ ഷീറ്റിലോ വേഫർ ഷീറ്റിലോ ഒക്കെ എടുക്കാം. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇത് തലേ ദിവസം രാത്രി കൊടുത്ത് പിറ്റേ ദിവസം വൈകിട്ടാണ് അവർ മുറിക്കുന്നത്. അതുവരെ ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും അത് ഒരു ഭംഗി വരത്തില്ല. അത് ചിലപ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകും ഓരോടുത്ത് വയ്ക്കുമ്പോൾ. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഇതും ചൂടും കൂടെ കൊണ്ട് ചിലപ്പോൾ അത് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഷീറ്റിലാണ് കേട്ടോ എടുത്തത്. ഇത് എഡിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വാലും കടലിൻ്റെ തീമിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ കടലിലുള്ള പ്ലാന്റ്സും ജീവികളും സ്റ്റാർ ഫിഷും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ കേക്ക് ബോർഡിൻ്റെ സൈഡിൽ തന്നെ പേര് എഴുതാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, സൈഡിൽ എഴുതിയാൽ ചിലപ്പോൾ അത് വൃത്തികേടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ കേക്ക് കുറച്ച് ബാക്കിലോട്ട് നീക്കി വെച്ചാണ് ചെയ്തത്. പിന്നെ ഞാൻ കേക്കിൻ്റെ ബാക്കിലുണ്ടല്ലോ ആ പോർഷനിൽ ഞാൻ പേരെഴുതുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും പടങ്ങളൊക്കെ വെച്ചു. ഇത്രയൊക്കെ വെച്ചിട്ടും എനിക്ക് സത്യത്തിൽ അവർ വിചാരിക്കുന്ന പോലെ ആയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ ഫോട്ടോയൊക്കെ ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മോളുടെ അച്ഛനാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഒരു തീമിലൊരു കേക്ക് വേണം, ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്തു തരാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കൽ ഭയങ്കരമായ ഒരു ഫ്ലോപ്പായിപ്പോയി. അതിന് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ട് അത്രയും സമയം എടുത്ത് നിന്ന് പാതിരാത്രി വരെ നിന്ന് ചെയ്തതാണേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നമുക്ക് കാണാം. ഇത് തന്നെയാണ് കേട്ടോ ഫൈനൽ ലുക്ക്. പിന്നെ അതിൽ ഞാൻ പേരും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ ഫിനിഷിങ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കേക്ക് വ്ലോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റാണ്, എങ്കിലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.